നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. 45 വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളെ പഠിപ്പിച്ച തിരുവല്ലക്കാരിയായ ജോസഫൈൻ ടീച്ചറെ തേടി എറണാകുളത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ തിരുവല്ല മേപ്രാലിൽ എത്തി. എറണാകുളം കൊങ്ങോർപ്പള്ളി ഗവൺമെൻറ് UP സ്കൂളിൽ പഠിപ്പിച്ച ജോസഫൈൻ ടീച്ചറെ പൂർവ്വ വിദ്യാർത്ഥികൾ അന്വേഷിക്കുന്നു എന്ന വാർത്ത തിരുവല്ല മീഡിയയാണ് ആദ്യമായി പങ്കുവച്ചത്. ഈ വാർത്തയെ തുടർന്നാണ് ടീച്ചറിനെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ വാർത്ത നൽകി അരമണിക്കൂറിനുള്ളിൽ തന്നെ ടീച്ചറിനെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നത് തിരുവല്ല മീഡിയയ്ക്കും ഏറ്റവും അധികം സന്തോഷം നൽകിയ കാര്യമാണ്. ടീച്ചറിനെ സംബന്ധിച്ചുള്ള വാർത്തകളുടെ ചുവട്ടിൽ വന്നൊരു കമൻ്റുണ്ട്. അതിങ്ങനെയാണ്: ടീച്ചർ സ്നേഹം കൊടുത്തു, അത് പലിശ സഹിതം തിരിച്ചു വാങ്ങി. അതിൻ്റെ നേർക്കാഴ്ചയായിരുന്നു ഇന്നലെ കണ്ടത്. ടീച്ചറിനെ കാണാൻ പൂർവ്വ വിദ്യാർത്ഥികൾ 16 പേരാണ് ഇന്നലെ മേപ്രാലിലെ ടീച്ചറിൻ്റെ വീട്ടിലെത്തിയത്. വളരെ ഹൃദ്യമായ സ്വീകരണമായിരുന്നു ടീച്ചർ അവർക്കായി ഒരുക്കിയത്. വിഭവസമൃദ്ധമായ ഭക്ഷണവും കഴിച്ചാണ് ഈ വിദ്യാർത്ഥികളൊക്കെ തന്നെ എറണാകുളത്തേക്ക് യാത്രയായത്. ടീച്ചറിൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഞങ്ങളിവിടെ പങ്കുവയ്ക്കട്ടെ. ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? എനിക്ക് നിങ്ങളെ ആരെയും കണ്ടിട്ട് മനസ്സിലാകില്ല. KP ജോസഫ്, ഇത് MA ജോസഫ്. ഇതാണെന്നറിയാമോ? ഇത് തിലകനോ? അതിന്റെ കാര്യം വേറെയാണ്. തിരുവല്ല മീഡിയ ആയിട്ട് പരിചയപ്പെടുന്നത് തന്നെ തിരുവല്ല നഗരസഭയിലെ ചെയർപേഴ്സൺ ഒരു ലേഡിയാണ്. അവരെ ചെയർപേഴ്സണെ പോയി കണ്ടിട്ട് ചെയർപേഴ്സൺ തിരുവല്ല നഗരസഭയുടെ കീഴിലുള്ള 39 കൗൺസിലർമാർക്കും വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചു. ഇങ്ങനെ ഒരു ജോസഫീന എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ജോസഫീന എന്ന് പറയുന്ന ഒരു ടീച്ചറെ പരിചയമുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ആയിരക്കണക്കിന് വാട്സപ്പ് ഷെയറുകൾ പോയി, ഫേസ്ബുക്ക് ഷെയറുകൾ പോയി ആയിരക്കണക്കിന്. അപ്പോൾ അതിൽ നിന്നാണ് തിരുവല്ല മീഡിയ ഒരു ലിങ്കായിട്ട് തിരുവല്ല മീഡിയയിൽ അദ്ദേഹം വിളിക്കുകയും പെട്ടെന്ന് വാർത്ത ടെലികാസ്റ്റ് ചെയ്യുകയും ഒരു മണിക്കൂറിനുള്ളിലൊക്കെ തന്നെ അരമണിക്കൂറിനുള്ളിൽ തന്നെ മസ്കറ്റിലുള്ള സരസ്വതിയും തുടർന്ന് ടീച്ചർ പഠിപ്പിച്ചിരിക്കുന്ന പല വിദ്യാർത്ഥികളും തിരിച്ചറിഞ്ഞ് സരസ്വതി ഞങ്ങൾ നേരിട്ട് വിളിക്കുകയാണ് ചെയ്തത്. അന്ന് മുതൽ എല്ലാ ദിവസവും സരസ്വതി വിളിക്കുന്നുണ്ട്. സരസ്വതിയുടെ അച്ഛനും അമ്മയ്ക്കും അഭിമാനിക്കാം. കാരണം അവര് ഒരു നല്ല ഒരു ഗുരുശിഷ്യ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അത് അച്ഛനും അമ്മയും അവരെ പഠിപ്പിച്ചു കൊടുത്താണ്. അച്ഛനെയും അമ്മയും ബഹുമാനിക്കാത്തവരും ഒരിക്കലും ടീച്ചേഴ്സിനെ ബഹുമാനിക്കേണ്ട. അപ്പോൾ നിങ്ങൾക്കും സരസ്വതിയുടെ കാര്യത്തിൽ ഇന്ന് മസ്കറ്റിലാണെങ്കിലും സരസ്വതി ഞങ്ങൾ പോകുന്ന വഴി മുതൽ ഇങ്ങനെ ബസ്സിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആപാലവൃദ്ധം ജനങ്ങളുടെ സപ്പോർട്ട് ഒരു ടീച്ചറെ കണ്ടെത്താൻ ഉണ്ടായി എന്നതിൽ വളരെ സന്തോഷമുണ്ട്. പോലീസ് സ്റ്റേഷൻ മാത്രം അതെന്റെ വലിയ ഭാഗ്യമായിട്ട് കാര്യം പെട്ടെന്ന് മനസ്സിൽ വന്നപ്പോൾ പറയുകയാണ്, സരസ്വതി എന്ന പേരുള്ള ഒരാൾ വിളിച്ചു എന്നുള്ളതിന് വലിയൊരു നിമിത്തമുണ്ട്. വിദ്യയുടെ ദേവതയാണ് അവളെ. അതാ നമ്മുടെ രഞ്ജിത്ത്, തിരുവല്ല മീഡിയയുടെ ആളാ. സന്തോഷമായി അല്ലേ ഇത്രയും പേരെ കണ്ടപ്പോ? നമുക്ക് നിങ്ങൾ ചേർന്ന് തന്നെ ടീച്ചറിന്റെ ഒരു പൊന്നാടി കണിയില്ലേ. 2 ടീച്ചേഴ്സുണ്ട് ഞങ്ങളുടെ കൂട്ടത്തില്. അന്നമ്മ ടീച്ചറുണ്ട്. കുറെ കാലങ്ങളായിട്ട് ടീച്ചർ ടീച്ചർ വിദേശത്തായിരുന്നു, കാനഡയിലായിരുന്നു ടീച്ചർ. ഞങ്ങളുടെ റീയൂണിയന്റെ ഭാഗമായിട്ട് ടീച്ചർക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. മാത്രമേ വന്നിട്ടുള്ളൂ എന്റെ കൂടെ. അന്ന് ഞാനിപ്പോ പറയാറ് അന്ന് എത്രയോ കൊച്ചൊരു സുന്ദരിയായിരുന്നു. എല്ലാവരും ഒന്ന് വ്യക്തം ഭാഗത്തിന്റെ സ്ഥലത്ത് നിർത്തിയിട്ട് പൊന്നാടിയിരിക്കും. ടീച്ചർക്ക് ഞങ്ങളുടെ മുഴുവൻ പേര് മേരി മുല്ലൂര് ജോസഫൈൻ ടീച്ചർക്കും ടീച്ചറായിട്ട് റിട്ടയർഡ് ചെയ്ത ടീച്ചറിന്റെ സ്റ്റുഡന്റ് ബിന്ദു AP അന്നമ്മ ടീച്ചർക്കും പൊന്നാടിയാണ്. ഈ സമയത്ത് കുഞ്ഞുപേര് തന്നെയാണ് ഇപ്പോഴും. വലിയ സിസ്റ്ററൊക്കെ ആയി പ്രിൻസിപ്പളൊക്കെ ആണെന്ന് പറഞ്ഞാലും എൻ്റെ കുഞ്ഞുപേര് തന്നെ. കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായത് കുഞ്ഞുമേരിയാണ്.
ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം ഒരു പ്രസിഡന്റിൻ്റെ അടുത്ത് നിന്ന്, അതായത് ഇന്ത്യൻ പ്രസിഡന്റ് ഒരു അവാർഡ് തന്ന് മാനിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ ഉപകാരമാണ് എൻ്റെ ഈ കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വന്നതെന്നുള്ളത്. ഇവരെ എനിക്കെങ്ങനെ മക്കളെന്ന് പറയാൻ പറ്റുന്നത്, അതിനേക്കാൾ ഉപരി ഇവരാരാ എന്താ എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറയാൻ പറ്റുകയില്ല. കാരണം കുഞ്ഞുങ്ങളെല്ലാവരിപ്പോൾ അവരെല്ലാവരും ഇപ്പോൾ അപ്പൂപ്പന്മാരും അമ്മമ്മമാരും ഒക്കെ ആയി തീർന്നേക്കാണ്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുരുദക്ഷിണയാണ് ഇന്ന് ഇവരിവിടെ എന്നെ കാണാൻ വന്നു എന്നുള്ളത്. അത് അഭിമാനത്തോടെ ഞാൻ എൻ്റെ പാസ്റ്ററോടും എൻ്റെ സഭയിലെ സെക്രട്ടറിയോടും എല്ലാവരോടും പറയുകയാണ്. എനിക്ക് ഇതിൽപ്പരം ഒരു കിട്ടാനിട്ടിനി ഇത്രമേൽ ഞാൻ സന്തോഷവതിയാണ്. ഞാൻ ഇരുന്നത് ഇതിനു വേണ്ടിയാണോ എന്ന് ഞാൻ തോന്നുന്നു. പാസ്റ്റർ പറഞ്ഞതുപോലെ കത്തോലിക്കെന്ന് വന്ന് ഞാൻ മർത്തോമേൽ ജീവിച്ചു. അവിടെ നിന്ന് ഞാനിപ്പം പെന്തക്കോസ്തിലേക്ക് വന്ന് അതൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു മുഖാന്തരമാണ്. ദൈവമാണ് എന്നെ ഈ സ്ഥാനത്താക്കിയത്. നിങ്ങളിന്ന് എന്നെ തേടി കണ്ടെത്തി. ഞാൻ അന്നും ജോസഫിനോട് ചുമ്മാതെ പറഞ്ഞു, ജോസഫിനോടാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ മാത്രം അറിയിച്ചില്ല. ഇല്ലെങ്കിൽ തിലകനൊക്കെ പോലീസിൻ്റെ വലിയ ഉദ്യോഗസ്ഥനായിട്ടിരുന്ന സ്ഥാനത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞെങ്കിൽ അവരിവിടെ വരും. അപ്പം നാട്ടുകാർ നിലവെക്കും, അവിടെ ഈ ടീച്ചർ എന്തുവാ പോലീസുകാരന്വേഷിച്ച് വരുന്നതെന്ന്. എന്നാൽ ഇത്രയും മാനവും മഹത്വവും ഇവരുടെ ആൻറ്റിയാണ് ജോയ്സ് ആൻറ്റി. ഇത് ഞങ്ങളുടെ ചർച്ചിനൊരു അഭിമാനകരമായ ഒരു അവസരമായി പോയി. ഞങ്ങളറിയാതെയാണ് ഈ കാര്യങ്ങളിങ്ങനെ പോയതെങ്കിലും അറിഞ്ഞു വന്നപ്പം ഇന്ന് ഞങ്ങളുടെ ചർച്ചിലും ഈ കാര്യം പറയാനിടയെത്തുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച പകൽ ഇവിടെ വെച്ച് പ്രയർ ഉണ്ടായിരുന്നു, അപ്പോഴും പറയാനിടയെത്തുന്നു. ഈ ടീച്ചറെ തേടി വന്ന എല്ലാവർക്കും ഒരു ചർച്ചിൻ്റെ പാസ്റ്റർ എന്ന നിലയിൽ അഭിമാനത്തോടെ, വളരെ അഭിമാനത്തോടെ നന്ദി പറയുന്നു. ഒപ്പം തിരുവല്ല മീഡിയയ്ക്ക് വിശേഷിച്ചുള്ള നന്ദി പറയുന്നു. എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ജോസഫ് നേർക്കോട് കൊങ്ങോർപ്പുഴ സ്കൂളിന് തൊട്ടടുത്ത് തന്നെ നേർക്കോട് എന്നുള്ള സ്ഥലത്താണ് ഞാൻ വരുന്നത്. ടീച്ചർ പഠിപ്പിച്ച ആളാണ്? ടീച്ചർ പഠിപ്പിച്ചാണ്. എൻ്റെ പ്രിയപ്പെട്ട ടീച്ചറാണ് എൻ്റെ ജോസഫ് ടീച്ചർ. എൻ്റെ പേര് തിലകൻ. ഞാൻ നേർക്കോടാണ് വീട്. കൊങ്ങോർപ്പുഴ സ്കൂളിൽ തന്നെ ടീച്ചറിൻ്റെ ബെസ്റ്റ് സ്റ്റുഡൻ്റായിരുന്നു. പോലീസിലായിരുന്നു. കഴിഞ്ഞ വർഷം റിട്ടയർഡായി. സബ് ഇൻസ്പെക്ടർ റിട്ടയർഡായി. ടീച്ചർ അടിക്കുമായിരുന്നോ? ടീച്ചർ നന്നായിട്ട് അടിക്കുമായിരുന്നു. അത് തിരിച്ച് പക്ഷേ സ്നേഹത്തോടുകൂടി തന്നെ. അത് തിരിച്ചു കൊടുക്കുമായിരുന്നോ സർവീസ്? അതിനുള്ളതില്ല. ടീച്ചർ അതിനുള്ളതില്ല. എൻ്റെ പേര് ജെ. നേർക്കോട് തന്നെ വീട്. ടീച്ചർ പഠിപ്പിച്ച? എൻ്റെ പേര് മേരി. കരിങ്ങാന്തുരുത്താണ് വീട്. ടീച്ചർ പഠിപ്പിച്ചാണ്? ടീച്ചർ പഠിപ്പിച്ചതാണ്. സിസ്റ്റർ ആണോ? ഞാൻ സിസ്റ്ററാണ്. കുഞ്ഞിമേരിയാണോ? പറയണ്ടേ? ഓക്കെ. എൻ്റെ പേര് കൊങ്ങോർപ്പുഴ താമസം. ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തു. ടീച്ചറിൻ്റെ നല്ല കുട്ടിയൊന്നുമല്ല, ബാക്ക് ബെഞ്ചായിരുന്നു. ബാക്ക് ബെഞ്ചായിരുന്നു. ഓക്കെ. പക്ഷേ ടീച്ചറിന് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഓക്കെ. എൻ്റെ പേര് ജോൺസൺ. നേർക്കോടാണ് താമസിക്കുന്നത്. ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. എൻ്റെ ഒരു പ്രദീപ്. കരിങ്ങാന്തുരുത്ത് എന്ന സ്ഥലത്തായിരുന്നു താമസിക്കുന്നത്. അപ്പോൾ കൊങ്ങോർപ്പുഴ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ടീച്ചറിൽ എന്നെ ഇഷ്ടംപോലെ പഠിപ്പിച്ചിട്ടുണ്ട്. അടി അത്ര കിട്ടിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. പേരൊന്നുകൂടെ? ഷിബു. ഓക്കെ. ടീച്ചർ പഠിപ്പിച്ചു. ഓക്കെ. അന്ന് സൈലൻ്റ് ആയിരുന്നു ഈ കുട്ടി? എൻ്റെ പേര് ഷാരി. ഞാൻ ക്ലാസ് ടീച്ചറായിരുന്നു. ഓക്കെ. ഞാൻ കല്യാണം കഴിച്ച ചാലം. ഓക്കെ. ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ? ഇല്ല. രാഷ്ട്രീയം ഇലക്ഷൻ നടക്കണം. ഏത് പാർട്ടിയാ? ഇപ്പോൾ കോൺഗ്രസ് ആണല്ലേ? 2020 വിളിക്കും. ഓക്കെ. ഓക്കെ. അത് ജോസഫ്. എൻ്റെ പേര് ബിന്ദു. ടീച്ചർ എൻ്റെ 7ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിരുന്നു. എൻ്റെ വീട് ചെറായി. ഓക്കെ. ചെറായി. ഓക്കെ. ടീച്ചറായിരുന്നു അല്ലേ? മെയ് മാസത്തിൽ. ഓക്കെ. ഏതിന് റിട്ടയർഡ്? ഹൈസ്കൂളാണ്? ഓ. ഓക്കെ. എൻ്റെ പേര് സാവിത്രി. ആയുർവേദ ഡോക്ടറാണ്. ഓക്കെ. ലക്ഷ്മി ഹോസ്പിറ്റൽ. ടീച്ചർ പെരിങ്ങര പഠിപ്പിച്ചായിരിക്കും അല്ലേ? പെരിങ്ങര സ്കൂളിൽ പഠിപ്പിച്ചു. ഓക്കെ. സരസ്വതി എന്ന് പറഞ്ഞ ആളുടെ ചേച്ചിയാണ്. ഓക്കെ. ഓക്കെ. സരസ്വതി ദേവിയുടെ ചേച്ചി ആണല്ലേ? ഓക്കെ. ഇവിടെ എൻ്റെ പേര് സൂസി എന്നാണ്. ഞാൻ അമ്മയുടെ റിലേറ്റീവാണ്. ഓക്കെ. നെക്സ്റ്റ് ഡോർ. ഓക്കെ. ടീച്ചറിന് ഇത്രയും ആരാധകരുള്ള കാര്യം അറിയായിരുന്നോ? ഞാനും ഒരു ടീച്ചറാണ്. ആണല്ലേ? വിദ്യാലയത്തിൽ നിന്ന് റിട്ടയർ. കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്ന്. ഓക്കെ. എവിടെയായിരുന്നു? ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു. ഓക്കെ. കൂടുതൽ വർഷം. ലാസ്റ്റ് 3 years KV ആക്കുള്ളൂ. ഓക്കെ. അപ്പോൾ ഹിന്ദിക്കാർ ഇവിടെ വരട്ടെന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഇനി
ഇവിടെ ടീച്ചർ പഠിപ്പിച്ച റിലേറ്റീവ് ഓക്കെ, വീട്ടുകാർ ഓക്കെ. സരസ്വതി ചേച്ചിയുടെ അമ്മ ഓക്കെ. ഇവിടെ ടീച്ചർ ഒന്നിച്ച് വർക്ക് ചെയ്താണോ? ഓക്കെ ഓക്കെ. ടീച്ചറിൻ്റെ പേരെങ്ങനെയാ? അന്നമ്മ ടീച്ചർ. ഓക്കെ ഓക്കെ. പക്ഷെ പ്രായം കുറവാണല്ലോ. കുറവൊന്നുമില്ല. ആരുമില്ലേ? ഇവിടെ ഷർലി പി കെ, ഞാൻ നെർക്കോട് തന്നെയാണ്. എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. വർക്ക് ചെയ്ത് വർക്ക് ഇപ്പോൾ IRയുടെ കസ്റ്റമേഴ്സ് കോൺട്രാക്ട് എടുത്തു. ഓ ഓക്കെ ശരി. എൻ്റെ പേര് സുന്ദരൻ, മോർപ്പള്ളി വീട്. എന്നെ ഈ ടീച്ചറുടെ ക്ലാസ്സിലായിരുന്നു പഠിച്ചത്. ടീച്ചർ മാത്രമല്ല, അമ്മ കൂടിയായിരുന്നു. ടീച്ചർ പഠനം മാത്രമല്ല, അത് ഞങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാലുള്ള മരുന്ന് വരെ, ഒരു അസുഖം വന്നാലുള്ള മരുന്ന് വരെ ടീച്ചർ തരുന്നു. എനിക്ക് അങ്ങനെ ഒരു അസുഖം വന്ന ടീച്ചർ മരുന്ന് ആ നിമിഷം തന്നെ എൻ്റെ അസുഖം മാനം ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ടീച്ചറിനെ കാണാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു? തീർച്ചയായിട്ടും ആഗ്രഹിക്കുക മാത്രമല്ല, ഞങ്ങളുടെ അമ്മേനെ പോലെ സ്ഥലത്ത് ടീച്ചറെ കാണാം. ഓക്കെ. ചേട്ടൻ കരയുവാണ്. എൻ്റെ പേര് ജിമ്മി ആൻ്റണി മാനാടൻ എന്നാണ് മുഴുവൻ പേര്. കരിങ്ങാഞ്ചുരത്തിലായിരുന്നു വീട്. കരിങ്ങാഞ്ചുരത്തിൽ ഇപ്പോൾ വീടുണ്ട്, പക്ഷേ ആലുവയിലാണ് താമസിക്കുന്നത്. ഓക്കെ. ടീച്ചറിൻ്റെ സ്റ്റുഡൻ്റാണ്. ഓക്കെ. വലിയ സ്റ്റുഡൻ്റ് ആണല്ലോ, പ്രായമുള്ള? ആണല്ലേ? ഓക്കെ ഉള്ളു. ഇന്ന് ഡൈ ചെയ്യായിരുന്നു. ഇവിടെ ടീച്ചറുടെ സ്റ്റുഡൻറ്റ് സാവിത്രിയുടെ ഹസ്ബൻഡ്. ഓക്കെ ഓക്കെ. സരസ്വതി ചേച്ചിയുടെ ചേട്ടൻ. ഓക്കെ. ചേച്ചിയുടെ അച്ഛനാണല്ലേ? സരസ്വതിയുടെ മായയുടെ അച്ഛനാണ്. ഇവരെ 3 പേര് സാർ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഓക്കെ. എൻ്റെ ഒരു ക്യാപ്റ്റൻ രാജു. ഞാൻ ജനിച്ചതും വളർന്നല്ല ഇവിടാണ്. ഇതെൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ്. ഈ ഉത്സവപ്പറമ്പിൽ ഔട്ട് പോലെ അവസാനം ഔട്ട് പൊട്ടിക്കാനായിരുന്നത്, പക്ഷേ അതിന് മുമ്പ് എൻ്റെ അടുത്ത് വന്നു. ഔട്ട് പൊട്ടിച്ചിട്ട് ഞാൻ പോകുന്നുള്ളൂ. താങ്ക് യു. ഓക്കെ. കണ്ടുപിടിച്ച ആളല്ലേ? പറഞ്ഞോ. ജോസഫേട്ടൻ പറഞ്ഞോളൂ. എൻ്റെ പേര് ജോസഫ്. ഞാൻ ജോസഫ് എം എ. ക്ലാസ്സിൽ 4 ജോസഫന്മാരുണ്ടായിരുന്നു. ജോസഫ് എം എ, ജോസഫ് CF, ജോസഫ് KP, ജോസ് KP. അതിൽ ഏറ്റവും പൊക്കം കൂടിയ പുറകിലെ വെച്ചിരുന്ന ജോസഫാണ് ഞാൻ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞാൻ ജോസഫാണ്. ടീച്ചർ ജോസഫ് ഫൈനാണ്. ജോസഫ് ഫീനാന്ന് പറഞ്ഞ് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാക്കി. ജോസഫ് ഒരുപാട് കാലത്തെ അന്വേഷണത്തിന് ശേഷമാണ്. പഴയ ടീച്ചറിൻ്റെ ശിഷ്യന്മാർ 20 വർഷം അന്വേഷിച്ച് നടന്നിട്ടാണ് കണ്ടെത്തിയില്ല. ടീച്ചറിനെ ഇത്ര സ്നേഹിക്കാനുള്ളൊരു കാരണം എന്താ? ടീച്ചർ സ്നേഹം ഇങ്ങോട്ട് തന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കും. ഇതിൽ നമ്മളൊരു കമൻറ്റ് കണ്ടത്, ടീച്ചർ സ്നേഹം കൊടുത്തത് പലിശ സഹിതം ടീച്ചർ ഇപ്പോൾ തിരിച്ചു വാങ്ങിച്ചെന്നാ. പലിശ മാത്രമല്ല, കൂട്ടുപലിശയുണ്ട്. വളരെ സന്തോഷം. തിരുവല്ലം മീഡിയക്ക് അതിനേക്കാളേറെ സന്തോഷം. ഇത് കണ്ടെത്തിയ സരസ്വതി എപ്പോഴും എല്ലാ ദിവസവും കോൺടാക്ട് ചെയ്യും. സരസ്വതിയുടെ പാരൻസ് ഇവിടെ വന്നിട്ടുണ്ട്, ടീച്ചേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്, റിലേറ്റീവ്സ് വന്നിട്ടുണ്ട്, അന്നമ്മ ടീച്ചർ വന്നിട്ടുണ്ട്. അതെല്ലാം വളരെ സന്തോഷമുള്ള ഒരു സാഹചര്യമാണ്. ഞങ്ങൾക്കിപ്പോൾ 56 വയസ്സ്. ഞങ്ങളൊക്കെ പല സർവീസുകളിൽ നിന്നൊക്കെ റിട്ടയർഡ് ആയവരാണ്. ഒരു കന്യാസ്ത്രീയുണ്ട്, സെൻട്രൽ സ്റ്റേഷനിൽ SI ആയിരുന്ന KK തിലകനുണ്ട്, കഥാകൃത്ത് ജിമ്മി ആന്റണി ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളൊരു ആവാനവൃത്തം സമൂഹമുണ്ട്. പക്ഷേ ഈ 56 വർഷം പിന്നിട്ടിട്ടും ഇതുപോലെ ഒരു സംഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഈ സമീപകാലത്തുണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഈ ജോസഫൈൻ ടീച്ചർ. ആ സന്തോഷം ഈ 1/2 നൂറ്റാണ്ട് ആകുമ്പോഴും നിലനിർത്തുന്നു എന്നുള്ളത് വളരെ അഭിമാനം. ഇറ്റ് ഈസ് ഗോഡ്സ് ഗ്രേസ്. 3-4 ദിവസത്തിന് മുമ്പ് പ്ലാൻ ചെയ്തിരുന്നതാണ്. ഞങ്ങൾ ടീച്ചറെ കണ്ടെത്തിയിട്ട് ഇപ്പോൾ ഒരു 10 ദിവസം 10 ദിവസമായിട്ടില്ല. അപ്പം ഞങ്ങളിപ്പോൾ 49 കുട്ടികളുണ്ടായിരുന്നു. അതിൽ 8 പേര് ഇന്ന് ജീവിച്ചിരിക്കില്ല. ബാക്കി 41 പേരിൽ കുറച്ച് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. വളരെ ഷോർട്ട് നോട്ടീസ് ആയതുകൊണ്ട് ഒരു 3 ദിവസം കൊണ്ട് തീരുമാനിച്ച പരിപാടി ആയതുകൊണ്ട് ഞങ്ങളിന്ന് 16 പേര്, അതിൽ നിന്ന് 16 പേര് യാത്ര ചെയ്യാൻ പറ്റുന്ന 16 പേര് ഇവിടെ എത്തിച്ചേർന്നത്. ചിലർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ടീച്ചറോടുള്ള സ്നേഹത്തെ പ്രതി അവർ ഞങ്ങളുടെ കൂടെ ഇന്ന് കൂടുകയായിരുന്നു. ഇതിൽ ആരെങ്കിലും ടീച്ചറിന് മനസ്സിലായിരുന്നു കണ്ടപ്പോൾ? പിന്നെ ഞാൻ ആദ്യം വിളിച്ചപ്പോൾ തന്നെ ടീച്ചറിനെ ഞാൻ ജോസഫാണെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ എന്നോട് ചോദിച്ചത് ജോസഫ് MA ആണോ ജോസഫ് KP ആണോ? അങ്ങനെയൊന്നും ഒരാൾ ചോദിച്ചിട്ടില്ല. കാരണം അത്രമാത്രം ഹൃദയത്തിൽ ഓരോരുത്തരെയും ടീച്ചർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. തിലകൻ, ജിമ്മി ആന്റണി, ഷാരി, നജിത എന്നൊക്കെ പറഞ്ഞ്
തിലകനെ കുറിച്ച് ഞങ്ങൾ പറയുന്ന ഒരു തമാശ പോലും അന്ന് 44 വർഷത്തിന് ശേഷം ഞങ്ങൾ ഇപ്പൊ പറയുന്ന തമാശ പോലും തിലകനോട് ഇപ്പൊ പറയാൻ കൊള്ളൂല. SI ആയതുകൊണ്ട് ചിലപ്പോ ഞങ്ങൾ അപ്പൊ തിലകൻ ടീച്ചർ എപ്പോഴും പറയുമായിരുന്നു തിലകം എന്ന് പറയുന്നത് പൊട്ട് കാണല്ല. അപ്പൊ തിലകൻ എന്തായിരിക്കും? അതിപ്പോ ഞാൻ പറയില്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അത്തരം ടീച്ചർ മിക്കവരെയും ഓർത്തിരിക്കുന്നുണ്ടോ എന്നുള്ളത് ഭയങ്കര വളരെ അത്ഭുതകരമാണ്. അതാണ് ഈ യഥാർത്ഥ ആളെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം 12 വയസ്സും. ടീച്ചർ അന്ന് നമ്മുടെ പഠിപ്പിച്ച സബ്ജക്ട് ഏതായിരുന്നു? ഞാൻ എല്ലാ സബ്ജക്റ്റും എല്ലാം പഠിപ്പിക്കാം. സർവകലാവല്ല അവരെ ഏത് എന്ത് പറഞ്ഞാലും പഠിക്കും. ഹിന്ദി ഒഴികെ എല്ലാ സബ്ജക്റ്റും അറിഞ്ഞിട്ട് വരാം. ജോസഫ് ഹൈൻ, ആ പേരിന്റെ ക്വാളിറ്റി, ആളുടെ ക്വാളിറ്റി ആ പേരിൽ ഹൈൻ. ഞങ്ങൾ തിരുവല്ലയിലുള്ള മർത്തോമ പള്ളികളിലൊക്കെ അച്ഛനെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചിട്ടുണ്ട്. കുത്തിയതോടും അതുപോലെ തന്നെ ആലപ്പുഴ രൂപതയുടെ ലാറ്റിൻ ചർച്ച് ആയിരുന്നു. അവിടെ അച്ഛനെ കൊണ്ട് എല്ലാം കാണില്ല. അതായത് ഒരിക്കലും ഇപ്പൊ തിലകൻ പോലീസുകാരനാണ്. ഒരിക്കലും ഒരു പോലീസ് കമ്മ്യൂണിക്കേഷൻ ഇത്രയും വലുതായിരിക്കില്ല. പോലീസ് ടു പോലീസ് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ടു പോലീസ് സ്റ്റേഷൻ കമ്മ്യൂണിക്കേഷൻ മാത്രമേ കിട്ടുള്ളൂ. ഒരു സോഷ്യൽ ഗാദറിങ്, ഒരു സോഷ്യൽ എക്സ്പീരിയൻസ് നമ്മളെപ്പോലെ പോലീസുകാർക്ക് കിട്ടുകയാണ്. അപ്പോൾ അതാണ്. മാത്രമല്ല അതിനൊക്കെ തെളിവാണ് ഇത്രയും വലുത്. ഇവരൊക്കെ എന്റെ സ്റ്റുഡന്റ് ആണെന്ന് ഇപ്പൊ സ്റ്റുഡൻസ് ആണെന്ന് കേൾക്കുമ്പോ തലമുടി മുഴുവൻ നരച്ചതാണ്. ടീച്ചറിന് നരച്ചിട്ടില്ല, എന്നെ മുഴുവൻ നരച്ചു. പറയണം എനിക്ക്. കാരണം എൻ്റെ ആങ്ങളെ ഉണ്ടായിരുന്നത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവനൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ മമ്മിയോട് കാണിച്ച സ്നേഹത്തിന് ഒരുപാട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുക. ഒരുപാട്. ഇതിലും വലിയൊരു അംഗീകാരം ഇനി എൻ്റെ മമ്മിയെ തേടി വരാനില്ല. മമ്മിക്ക് എത്ര അംഗീകാരം കൊടുത്താൽ ഒരു ടീച്ചർ എന്ന നിലയിൽ കൂടെ ഞാൻ പറയണം, ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കുന്ന കുട്ടികൾ, നമ്മൾ പഠിപ്പിച്ചു വിടുന്ന കുട്ടികൾ കൊടുക്കുന്ന അംഗീകാരമാണ് ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത്. അതിനപ്പുറം ഒരു അംഗീകാരം വേണ്ട. അത് എത്ര പ്രസിഡന്റിൻ്റെ അവാർഡായാലും അതിനപ്പുറം എന്ത് തേടി വന്നാലും ഈ ഒരു അംഗീകാരത്തിനപ്പുറം ഒരു ടീച്ചേഴ്സിന് കിട്ടാനൊന്നുമില്ല. ഈ 44 വർഷങ്ങൾക്കിപ്പുറവും എൻ്റെ മമ്മിയെ ഓർക്കുകയും എൻ്റെ മമ്മിയെ തേടി നിങ്ങൾ ഇത്ര അലയും ചെയ്യും. എനിക്ക് ഒരുപാട് ഫോൺ കോളുകളാണ് എനിക്ക് വന്നത്. മമ്മിയല്ലേ ചോദിച്ചുകൊണ്ട് ഒരു സരിദേവി ടീച്ചർ മെസ്സേജ് ഇട്ടിരുന്നോന്ന് അറിയത്തില്ല, ഫോൺ നമ്പർ ഇട്ട് തന്നിരുന്നത്. രാവിലെ എന്നോട് വിളിച്ച് പറഞ്ഞു. കാരണം മമ്മിയുടെ ഏറ്റവും പെരിയറ സ്കൂളിൽ മമ്മിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു സരിദേവി ടീച്ചർ. സരിദേവി ടീച്ചർ ഈ സമയത്ത് ടീച്ചറിനെ ഞാൻ ഓർക്കുവാണ്, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ടീച്ചർ. അപ്പോൾ എല്ലാവരുടെയും നന്ദി. ഞാൻ വീണ്ടും അമ്മയുടെ ഒരു സ്റ്റുഡൻ്റാണ് ഞാൻ. എല്ലാവരോടും പ്രത്യേകിച്ച് തിരുവല്ല മീഡിയയോടുള്ള ഏറ്റവും വലിയ നന്ദി അറിയിക്കുകയാണ്. സരസ്വതി, സാവിത്രി, എല്ലാവരോടുള്ള നന്ദി വീണ്ടും അറിയിക്കുന്നു. ഇനിയും സരസ്വതിയുടെ സാവിത്രിയുടെ വരവ്. സാവിത്രിയെ ഞാൻ വിട്ട് സാവിത്രിയുടെ സരസ്വതിയോട് സെൻസസ് എടുക്കാൻ പോകുമ്പോ കൂടെ പോകുമായിരുന്നല്ലേ പറഞ്ഞത്? പോക്കറ്റ് മണി വല്ലതും തരുമായിരുന്നോ? ആണോ? ഏറ്റവും വലിയ അതെ. അതിലും വലിയ പോക്കറ്റ് മണി അത് പരസ്യമായിട്ട് പറയണ്ടായിരുന്നു. ജോസ്ഫിന ടീച്ചർ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ടീച്ചറായിരുന്നു. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറാൻ എന്നെ സഹായിച്ചത് ടീച്ചറാണ്. എനിക്ക് പ്രസംഗം എഴുതി തന്നു, എന്നെ അത് പഠിപ്പിച്ചു. ഞാൻ സ്റ്റേജിൽ കയറി, പക്ഷെ ഞാൻ ടീച്ചറിനെ തോൽപ്പിച്ച് കളഞ്ഞു. കാരണം ആദ്യമായി സ്റ്റേജിൽ കയറിയതുകൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. തുടങ്ങി വെച്ചു, പക്ഷെ അത് പൂർത്തിയാക്കാൻ എനിക്ക് തിരിച്ചു വരേണ്ടി വരുന്നു. തിരിച്ചു പോന്നെങ്കിലും എന്നെ ടീച്ചർ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഒത്തിരി പ്രാവശ്യം സ്റ്റേജിൽ കയറുവാനും പ്രസംഗിക്കുവാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഞാനൊരു പാവപ്പെട്ട വീട്ടിൽ നിന്നായിരുന്നു. അപ്പോൾ ടീച്ചർ എപ്പോഴും എന്നെ വിളിക്കും, സംസാരിക്കും, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ചോദിച്ചു, ഒരു ദിവസം എനിക്ക് 2 സെറ്റ് യൂണിഫോമായിട്ടാണ് ടീച്ചർ വന്നത്. അതൊരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളായിരുന്നു.
ഞാൻ വിളമ്പി തരാം. സ്പെഷ്യൽ പപ്പട അതെടുക്കല്ലായിരുന്നു പ്ലേറ്റ് കൊടുക്കണോ? ഞാൻ ലഭിക്കുന്നു അവിടെ പ്ലേറ്റ് ഉണ്ട്. സാധാരണ കഴിക്കാറില്ല. എനിക്കറിയാം സമയത്ത് കഴിക്കാൻ പറ്റില്ല. ഞാൻ രാവിലെ നമ്മുടെ വിജയകുമാരി കാണുന്നവർക്ക് ഞാൻ വെജിറ്റബിൾ കറിയൊക്കെ മേടിച്ചു വെച്ചതാ. ഞാൻ പറഞ്ഞു ഇന്ന് വൈകിട്ട് ഇവിടെ സ്റ്റേ ചെയ്യേ, വലിയ കുക്കറുണ്ട്, അതിനകത്ത് കഞ്ഞി വെച്ച് വൈകിട്ട് ഇച്ചിരി കഞ്ഞിയും ഞങ്ങളിവിടെ ഇല്ലെങ്കിലും ഞങ്ങളുടെ മനസ്സിലുണ്ട് പോരെ. ഒരു ഉമ്മയൊക്കെ കൊടുത്തു വിടന്നേ. വന്നപ്പോ എല്ലാരും നല്ല വീഡിയോ ആയത് കേട്ടോ. ഭാഗങ്ങൾക്കൊക്കെ പ്രത്യേകം നന്ദി ടീച്ചറെ. പ്രത്യേകിച്ച് സജിയുടെ ഭാര്യ കേട്ടെ, സജിയുടെ ഭാര്യ, അതുപോലെ അതിന്റെ അതൊന്ന് കൈയടിക്കേണ്ടതാ കേട്ടോ. അപ്പോൾ അതുപോലെ സൂസൻ, ടീച്ചറിന്റെ മകള് സൂസന്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് നമ്മൾ എപ്പോഴും കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രജനി, അതുപോലെ ശോഭ, ഇവർക്കൊക്കെ പ്രത്യേകം നന്ദി പറയാണ്. സരസ്വതിയുടെ കുടുംബാംഗങ്ങളൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ടീച്ചർ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഓൾ ടൈം കോപ്പറേഷൻ. പേര് മാറ്റണോ? പേര് മാറ്റണോ? ഇനി മാറ്റണോ? ശേഷമല്ലേ റിപ്പയർ ചെയ്തത്? നിങ്ങൾ 3 പേരും കൂടി ഓക്കെ സാർ. ഓക്കെ. പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു കരച്ചിൽ വരും എനിക്ക്.